2025 കാനഡയിൽ നടന്ന G7 ഉച്ചകോടിയിൽ ഇന്ത്യ പങ്കെടുത്തു. ഊഷ്മളമായ വരവേൽപ്പാണ് കാനഡയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത്. ഭീകരവാദത്തിനെതിരെ G7 ഉച്ചകോടിയിൽ മോദി ശക്തമായി സംസാരിച്ചു. ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും പിന്തുണയ്ക്കുന്നവർ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും മോദി പറഞ്ഞു. ജപ്പാൻ, അമേരിക്ക, ഇറ്റലി, കാനഡ, ഇംഗ്ലണ്ട്, ജർമ്മനി, ഫ്രാൻസ് എന്നീ 7 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഗ്രൂപ്പ് ഓഫ് 7 എന്നതിൻ്റെ ഷോർട്ട് പേരിൽ അറിയപ്പെടുന്ന G7 ഉച്ചകോടി. ആഗോള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് വ്യാപാരത്തിലും അന്താരാഷ്ട്ര സാമ്പത്തിക വ്യവസ്ഥയിലും അന്താരാഷ്ട്ര സുരക്ഷ, കാലാവസ്ഥാ വ്യതിയാനം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ മേഖലകളിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമാണ് G7 ഉച്ചകോടി ചേരുന്നത്. അംഗരാജ്യങ്ങൾക്കിടയിൽ വർഷം തോറും മാറി മാറി വരുന്ന ഒരു പ്രസിഡൻസി വഴിയാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. അധ്യക്ഷനായ രാജ്യമാണ് ഗ്രൂപ്പിന്റെ മുൻഗണനകൾ നിശ്ചയിക്കുകയും ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുകയും ചെയ്യുന്നത്. 2025 കാനഡ അധ്യക്ഷനായി. എന്നാൽ G7 ഉച്ചകോടി നടക്കുമ്പോൾ മറ്റു രാജ്യങ്ങളിലെ പ്രതിനിധികളെ പലപ്പോഴും അതിഥികളായി ക്ഷണിക്കാറുണ്ട്. ഇന്ത്യ G7 അംഗമല്ല. എങ്കിലും വർഷങ്ങളായി ഇന്ത്യയും അതിഥിയായി G7 ഉച്ചകോടിയിലേക്ക് ക്ഷണിക്കാറുണ്ട്. ഇത്തവണയും കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ ക്ഷണം സ്വീകരിച്ചാണ് മോദി G7 പങ്കെടുത്തത്. 10 വർഷത്തിന് ശേഷമാണ് മോദി കാനഡ സന്ദർശിക്കുന്നത്. വികസ്വര രാജ്യങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം നൽകി വിവിധ നേതാക്കളുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തി. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വിവിധ രാജ്യത്തലവന്മാരുമായി നടത്തുന്ന ചർച്ച എന്ന നിലയിൽ മോദിയുടെ സന്ദർശനത്തിന് പ്രാധാന്യമുണ്ട്. ഇന്ത്യ കാനഡ ബന്ധത്തിൽ ഉണ്ടായിരുന്ന ഭിന്നതകളും ഇതോടെ പരിഹരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. പ്രധാന രാജ്യങ്ങളായ ചൈനയും റഷ്യയും ഈ ഉച്ചകോടിയിൽ അംഗങ്ങളല്ല എന്നതും ശ്രദ്ധേയമാണ്. ആ രാജ്യങ്ങളെയും അതിഥികളായി വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കാതിരിക്കാം. അതിൽ തീരുമാനമെടുക്കുന്നത് G7 ഏത് രാജ്യത്ത് വെച്ചാണോ നടക്കുന്നത് ആ രാജ്യമാണ്. കഴിഞ്ഞ വർഷങ്ങളിലും പ്രധാനമന്ത്രി മോദിക്ക് G7 ഉച്ചകോടിയിലേക്ക് ക്ഷണം ലഭിച്ചിരുന്നു. എന്നാൽ ഇത്തവണ കാനഡയിൽ നടക്കുന്ന ഉച്ചകോടിയിലേക്ക് കാനഡ ക്ഷണിക്കുമോ എന്ന സംശയം ഉയർന്നിരുന്നു. കാരണം ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായിരുന്നതിൻ്റെ പശ്ചാത്തലമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാനഡ ആദ്യമൊക്കെ ഇന്ത്യയെ ക്ഷണിക്കുന്നതിൽ താല്പര്യക്കുറവ് കാണിച്ചിരുന്നു. എന്നാൽ G7 അംഗങ്ങളായ മറ്റു 6 രാജ്യങ്ങൾക്ക് ഇന്ത്യയെ പങ്കെടുപ്പിക്കുന്നതിൽ അതീവ താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ ആ രാജ്യങ്ങളുടെ ശക്തമായ സമ്മർദ്ദം ഉള്ളതുകൊണ്ട് തന്നെ കാനഡയ്ക്ക് ഇന്ത്യയെ ക്ഷണിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, ഇന്ത്യ പ്രതിരോധ രംഗത്തായാലും ടെക്നോളജി രംഗത്തായാലും മറ്റുള്ള പല മേഖലകളിലും വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യയെ ഒഴിവാക്കുന്നത് ശരിയല്ല എന്ന ബോധ്യവും കാനഡയ്ക്കുണ്ട്. കാനഡ പ്രധാനമന്ത്രി കാർണി അത് സൂചിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യയെ ക്ഷണിക്കുന്നതിലൂടെ നയതന്ത്ര തലത്തിൽ ഇന്ത്യയുമായി സഹകരിക്കാനുള്ള കൂടുതൽ സാധ്യതകളാണ് തനിക്ക് ലഭിക്കുന്നത് എന്നാണ് കാനഡ പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. ഇന്ന് 100ഓളം രാജ്യങ്ങൾക്ക് ആയുധം വിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ലോകത്തെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു. ആയിരത്തി 1997 മുതൽ 2014 പുറത്താക്കുന്നതുവരെ റഷ്യ ഈ ഉച്ചകോടിയിൽ ഔദ്യോഗികമായി അംഗമായിരുന്നു. അന്ന് റഷ്യ ഉൾപ്പെട്ടിരുന്നതിനാൽ G8 എന്നാണ് അറിയപ്പെട്ടിരുന്നത്. റഷ്യ പോയതിനു ശേഷമാണ് അത് G7 മാറിയത്. ഇപ്പോഴത്തെ G7 ഉച്ചകോടിയിൽ റഷ്യയെ തിരികെ കൊണ്ടുവന്ന് G8 ആക്കണമെന്നും അതുപോലെ തന്നെ ചൈനയെ കൂടെ കൊണ്ടുവന്ന് G9 ആക്കണമെന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ ട്രംപ് ഉച്ചകോടിയുടെ ആദ്യഘട്ടത്തിനു ശേഷം ഉച്ചകോടിയിൽ നിന്ന് മടങ്ങുകയാണുണ്ടായത്. കുടിയേറ്റം, നിർമ്മിത ബുദ്ധി, ധാതു ഖനനം എന്നിവയിൽ സ്വീകരിക്കേണ്ട നിലപാട് സംബന്ധിച്ച പൊതുപ്രമേയങ്ങൾ തയ്യാറാക്കിയിരുന്നെങ്കിലും അവയിൽ ഒപ്പുവെക്കാതെയാണ് ട്രംപ് മടങ്ങിയത്. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അഭ്യൂഹങ്ങൾ ബാക്കിയാക്കിയാണ് ട്രംപിന്റെ മടക്കം. വെടിനിർത്തൽ ചർച്ചകൾക്കായാണ് ട്രംപിന്റെ മടക്കം എന്നാണ് പരിഹാസം കലർന്ന രൂപത്തിൽ മാധ്യമങ്ങളോട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ പറഞ്ഞത്. എന്നാൽ അതിനേക്കാൾ വലിയ കാര്യങ്ങൾക്കായാണ് താൻ മടങ്ങിയതെന്നാണ് ട്രംപിന്റെ വിശദീകരണം. ട്രംപ് മടങ്ങിയെങ്കിലും റഷ്യ യുക്രൈൻ സംഘർഷവും ഇറാൻ ഇസ്രായേൽ സംഘർഷവും മറ്റു നേതാക്കൾ ചർച്ച ചെയ്തു. ഇസ്രായേലിന് പ്രതിരോധിക്കാൻ അവകാശമുണ്ടെന്ന് കാനഡയിൽ ചേർന്ന G7 രാജ്യങ്ങളുടെ പ്രതിനിധികൾ പറഞ്ഞു. എത്രയും വേഗത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇറാൻ തയ്യാറാകണമെന്നും G7 പ്രതിനിധികൾ ആവശ്യപ്പെട്ടു.
ഒരിടവേളയ്ക്ക് ശേഷം ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാനും ധാരണയായി. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും തമ്മിൽ നടന്ന ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകുന്നത്. കനേഡിയൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ സാമ്പത്തിക സഹകരണം, വ്യാപാരം, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ധാരണയായതായി വ്യക്തമാക്കുകയും ചെയ്തു. ഇന്ത്യയും കാനഡയും പുതിയ ഹൈക്കമ്മീഷണർമാരെ നിയമിക്കാനും തീരുമാനിച്ചു. ഇരു രാജ്യങ്ങളിലെയും പൗരന്മാർക്കും ബിസിനസ്സുകാർക്കും നയതന്ത്ര സേവനങ്ങൾ ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം നടത്തിയത്. പരസ്പര ബഹുമാനം, പരമാധികാരത്തോടുള്ള പ്രതിബദ്ധത എന്നിവയിൽ അധിഷ്ഠിതമായിരിക്കും കാനഡ ഇന്ത്യ ബന്ധമെന്ന് ചർച്ചകൾക്ക് പിന്നാലെ കനേഡിയൻ പ്രധാനമന്ത്രി പറയുകയും ചെയ്തു. ജനാധിപത്യം, സ്വാതന്ത്ര്യം, നിയമവാഴ്ച തുടങ്ങിയ കാര്യങ്ങളിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഇന്ത്യയും കാനഡയും ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും കൂടിക്കാഴ്ച മികച്ചതായിരുന്നുവെന്നും പ്രധാനമന്ത്രി മോദി എക്സിൽ കുറിച്ചു. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള സൗഹൃദം ശക്തമായി തുടരുമെന്നും വ്യാപാരം, ഊർജം, ബഹിരാകാശം, ധാതുസമ്പത്ത് തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും പരസ്പര സഹകരണം തുടരുമെന്നും മോദി വ്യക്തമാക്കി. കഴിഞ്ഞ വർഷമാണ് ഇരു രാജ്യങ്ങളും നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കിയത്. ഖാലിസ്ഥാൻ ഭീകരനായ ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന മുൻ കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ പരാമർശങ്ങളെ തുടർന്നായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായത്. അത്തരത്തിൽ നയതന്ത്ര അകൽച്ച തുടരുന്നതിനിടെയാണ് ഇരു രാജ്യങ്ങളിലെയും പ്രധാനമന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തിയതും ബന്ധം പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചതും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജ മെലോനിയും തമ്മിലുള്ള കൂടിക്കാഴ്ച G7 ഉച്ചകോടിക്കിടെ ശ്രദ്ധേയമായ ഒന്നായിരുന്നു. സൗഹൃദത്തോടെ ഇരുവരും ആശംസകൾ കൈമാറുന്നതിനിടയിൽ മെലോനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് "നിങ്ങളാണ് ഏറ്റവും മികച്ചത്, ഞാൻ നിങ്ങളെപ്പോലെ ആകാൻ ശ്രമിക്കുന്നു" എന്ന് പറയുന്നതും മറുപടിയായി പ്രധാനമന്ത്രി മോദി പുഞ്ചിരിക്കുന്നതും വീഡിയോയിൽ കാണാം. കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രധാനമന്ത്രി മോദി എക്സിൽ കുറിച്ചത് "മെലോണി താങ്കളോട് പൂർണ്ണമായും യോജിക്കുന്നുവെന്നും ഇറ്റലിയുമായുള്ള ഇന്ത്യയുടെ സൗഹൃദം കൂടുതൽ ശക്തമാകുന്നുവെന്നും ഇത് നമ്മുടെ ജനങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുമെന്നുമാണ്. G7 ഉച്ചകോടിക്കായി മോദി കാനഡയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ട്രംപ് ഉച്ചകോടിയിൽ നിന്നും പോയിരുന്നു. എന്നാൽ മോദിയോട് 35 മിനിറ്റ് നേരം ടെലിഫോണിലൂടെ ട്രംപ് സംസാരിക്കുകയും അവിടുത്തെ സന്ദർശനത്തിനു ശേഷം US-ലേക്ക് വരാനായി ക്ഷണിക്കുകയും ചെയ്തു. ഇക്കാര്യം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രിയാണ് അറിയിച്ചത്. കാനഡയിൽ നിന്ന് ക്രൊയേഷ്യയിലേക്കുള്ള യാത്ര മോദി നേരത്തെ തീരുമാനിച്ചിരുന്നതിനാൽ ട്രംപിന്റെ ക്ഷണം നിരസിക്കുകയാണ് ഉണ്ടായത്. സമീപഭാവിയിൽ തന്നെ കൂടിക്കാഴ്ച നടത്താമെന്ന് ഇരു നേതാക്കളും സമ്മതിച്ചു.